മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും പ്രാർത്ഥനാപൂർവം ധനഹാ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഇന്ന് ഈ തിരുനാൾ ദിനത്തിൽ തിരുസഭാ മാതാവ് നമ്മുടെ ധ്യാന വിഷയമായി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളാണ്. സ്നാപക യോഹന്നാൻ്റെ അരികിൽ ജോർദാൻ നദിയിൽ സ്നാനം സ്വീകരിക്കാനായി കടന്നു വരുന്ന യേശുനാഥനും ആ യേശുനാഥൻ്റെ മേൽ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്നതും സ്വർഗത്തിൽ നിന്ന് ദൈവം അവനെ സാക്ഷ്യപ്പെടുത്തുന്നതുമാണ് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ഉള്ളടക്കം. പരമ്പരാഗതമായി നമ്മുടെ സഭകളിൽ ഈ ധനഹാ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. സഭയുടെ ആദ്യകാലം മുതൽക്കേ നമ്മളിത് കാണുന്നുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട രേഖകളിലെല്ലാം ധനഹാ തിരുനാളിൻ്റെ ആഘോഷങ്ങളെക്കുറിച്ചും ചിട്ടവട്ടങ്ങളെക്കുറിച്ചുള്ള പ്രതിപാദങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പ്രധാനമായും 2 പേരിലാണ് ഈ തിരുനാൾ അറിയപ്പെടുന്നത്: എപ്പിഫനി എന്നും ധനഹ എന്നും. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത് എപ്പിഫനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എപ്പിഫനി എന്ന വാക്കിൻ്റെ അർത്ഥം വെളിപ്പെടുത്തൽ എന്നാണ്. പൂജാരാജാക്കന്മാർ തങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെട്ട ദൈവരൂപത്തിൻ്റെ മുൻപിലേക്ക് തങ്ങളുടെ സമർപ്പണത്തിൻ്റെ പ്രതീകമായി കാഴ്ചദ്രവ്യങ്ങളുമായി വന്നെത്തുകയും അവർ ആ ദൈവകുമാരനെ കണ്ട് വണങ്ങി തങ്ങളുടെ മുഴുവൻ സമർപ്പണത്തിൻ്റെയും പ്രതീകമായ ആ കാഴ്ചദ്രവ്യങ്ങൾ നൽകിക്കൊണ്ട് മടങ്ങുകയും ചെയ്ത സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് എപ്പിഫനി പാശ്ചാത്യ സഭകളിൽ ആചരിക്കുന്നത്. പൗരസ്ത്യ സഭകളിലാണ് ഇത് ധനഹ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ധനഹ എന്ന വാക്കിൻ്റെ അർത്ഥം ഉദയം എന്നാണ്. ഇതിൽ പ്രധാനമായും ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാന വേളയെയാണ് അനുസ്മരിക്കുന്നത്. സ്വർഗം തുറന്ന് ദൈവം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന സംഭവം, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ എഴുന്നള്ളി വരുന്ന സംഭവം. ഈ 2 സംഭവങ്ങളുടെയും കാതലായ ആശയം ദൈവപുത്രനായ മിശിഹ ലോകത്തിൻ്റെ മുമ്പിലേക്ക് വെളിപ്പെടുത്തപ്പെട്ടു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ 2 പേരിലാണ് ഈ ധനഹാ തിരുനാൾ അറിയപ്പെടുന്നത്. ഒന്നാമത്തേത് രാക്കുളി തിരുനാൾ എന്നാണ്. ഈ രാക്കുളി പെരുന്നാൾ എന്നുള്ള വാക്ക് വരാൻ അതിൻ്റെ പുറകിൽ ഒരു പശ്ചാത്തലമുണ്ട്. ക്രിസ്തുവിൻ്റെ മാമോദീസായെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ പൂർവികർ ജനുവരി 6-ാം തീയതിയുടെ പ്രഭാതത്തിൽ അതിരാവിലെ ഉണർന്ന് കുളത്തിലോ നദിയിലോ പോയി മുങ്ങി ഈ തിരുനാളിനെ അനുസ്മരിക്കുന്ന ആചാരങ്ങൾ ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് രാക്കുളി തിരുനാൾ എന്നൊരു പേര് ഇതിന് വന്നത്. ജനുവരി 6-ൻ്റെ തലേ ദിവസം രാത്രി വീടിൻ്റെ മുറ്റത്ത് ഉയർത്തിവെച്ച ഒരു പിണ്ടിയിൽ, വാഴപ്പിണ്ടിയിൽ തിരികൾ ചുറ്റും തെളിയിച്ച് അതിനു ചുറ്റും ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വലയം ചെയ്യുന്ന, വൃത്തം വയ്ക്കുന്ന ഒരു കാഴ്ചയും ആചാരവും പണ്ടുണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പിണ്ടിത്തിരുനാൾ എന്നൊരു പേരും ഇതിന് വന്നത്. ഈ തിരുനാൾ അത് എപ്പിഫനി എന്ന പേരിലായാലും പിണ്ടിത്തിരുനാൾ അല്ലെങ്കിൽ രാക്കുലി തിരുനാൾ എന്നറിയപ്പെടുന്ന ധനഹ എന്ന പേരിലായിരുന്നാലും ഇത് 2രെയും കാതലായ ആശയം ക്രിസ്തുവിനെ ലോകത്തിൻ്റെ മുമ്പിലേക്ക് വെളിപ്പെടുത്തി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. ക്രിസ്തുവിനെ ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന വ്യക്തികളായി നമ്മൾ മാറുക എന്നുള്ളത്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ സ്നാപക യോഹന്നാൻ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്നാപക യോഹന്നാൻ യേശുവിനെ ജനത്തിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്, വെളിപ്പെടുത്തുകയാണ്. അതിന് തൊട്ട് പുറകെയാണ് നമ്മുടെ ധ്യാന വിഷയമായ സുവിശേഷ ഭാഗം വരുന്നത്. സ്വർഗം തുറക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നു, സ്വർഗം ദൈവപിതാവ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. ക്രിസ്തു വെളിപ്പെടുത്തപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, സുവിശേഷ ഭാഗങ്ങളിൽ മുഴുവൻ നമ്മൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയ അനേകം വ്യക്തികളുടെ ജീവിതം കാണുന്നുണ്ട്. ശിഷ്യന്മാരെല്ലാവരും തന്നെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി ക്രിസ്തുവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനു ശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം പോയി തങ്ങൾക്കാകും വിധമെല്ലാം ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയ വ്യക്തികളാണ് ജീവിതം കൊണ്ട്. സുവിശേഷ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പല വ്യക്തികൾ ക്രിസ്തുവിനെ ലോകത്തിന് മുമ്പിലേക്ക്, ചുറ്റുപാടുകളിലേക്ക് വെളിപ്പെടുത്തുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ, നന്ദി പ്രകടനങ്ങളിലൂടെ.
പ്രിയമുള്ളവരെ, ഇന്ന് ഈ ധനഹാ തിരുനാൾ വേളയിൽ ഈ സുവിശേഷ ഭാഗം ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ നമുക്ക് മറ്റുള്ളവർക്കായി വെളിപ്പെടുത്താൻ, പരിചയപ്പെടുത്താൻ, പ്രഖ്യാപിക്കാൻ കടമയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് പരിചയപ്പെടുത്തുന്ന, പകർന്നു കൊടുക്കുന്ന അനേകം വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. അടുത്ത കാലത്ത് പരിചയപ്പെട്ട കോട്ടയത്തുള്ള ഒരു വ്യക്തിയുടെ ജീവിതം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. തോമസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നവജീവൻ തോമസ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. കോട്ടയത്ത് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് ഏകദേശം 300ഓളം മാനസിക രോഗികളെ പരിചരിക്കുന്ന ഒരു സ്ഥാപനം നടത്തുകയാണ് അദ്ദേഹം. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഗവൺമെൻറ് അധികാരികളിലൂടെയും അല്ലാതെയും നൽകപ്പെട്ട മാനസിക രോഗികളായ പ്രായഭേദമില്ലാത്ത വ്യക്തികളെ അദ്ദേഹം സംരക്ഷിക്കുന്നു. അവർക്കുള്ള മരുന്ന്, ഭക്ഷണം, അവർക്ക് വേണ്ട താമസം എല്ലാം നൽകിക്കൊണ്ട് അദ്ദേഹം അവരെ അവിടെ സൂക്ഷിക്കുകയാണ്. ഏകദേശം 3000ഓളം വ്യക്തികൾക്ക് ഒരു ദിവസം അദ്ദേഹം ഭക്ഷണം നൽകുന്നുണ്ട് കോട്ടയത്തിൻ്റെ വിവിധ ഇടങ്ങളിലുള്ള ആശുപത്രികളിലായി. ഈ ആശുപത്രികളിലേക്ക് ഭക്ഷണ സാമഗ്രികളുമായി ഓരോ നേരവും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് പുറപ്പെടുന്ന വാഹനത്തിൻ്റെ ഏറ്റവും മുകളിൽ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. പൗലോസ്ലീഹായുടെ ഒരു വാക്യം: ക്രിസ്തുവിൻ്റെ സ്നേഹം ഇത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഇത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. ഒരു ചെലവുമില്ലാതെ അദ്ദേഹം നിശബ്ദമായി തൻ്റെ പ്രവൃത്തികളിലൂടെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുകയാണ്, പകർന്നു കൊടുക്കുകയാണ്, വെളിപ്പെടുത്തുകയാണ്. ഇതാണ് ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയമുള്ളവരെ, ഈ ധനഹാ തിരുനാൾ വേളയിൽ നമ്മുടെ ചുറ്റിലേക്ക്, നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിലേക്ക് നമുക്കൊന്ന് സൂക്ഷിച്ചു നോക്കാം. ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ പറ്റിയ, വലിയ ബഹളങ്ങളില്ലാത്ത, ചെലവുകളില്ലാത്ത എത്രയോ അവസരങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നാം ജോലി ചെയ്യുന്നിടത്ത്, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ ഭവനത്തിൽ, നാം സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ, നമ്മുടെ കൊച്ചു കൊച്ചു സൗഹൃദ കൂട്ടായ്മകളിൽ, നമ്മുടെ വിരുന്ന് സൽക്കാര വേളകളിൽ, ഇങ്ങനെ എത്ര ഇടങ്ങളിലാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ നമുക്ക് ഓരോ അവസരങ്ങൾ ദൈവം തന്നെ ഒരുക്കുന്നതായി നമ്മുടെ മുമ്പിൽ വന്ന് വിരിയുന്നത്. ആ അവസരങ്ങളെ എത്രമാത്രം പൂർണ്ണതയോടെ, ബോധ്യത്തോടെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് ഇതിനോട് ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രിയരെ, ഈ ധനഹാ തിരുനാൾ വേളയിൽ ഈ ഒറ്റൊരു കാര്യം മാത്രം നമുക്ക് നമ്മുടെ മനസ്സിൽ ചേർത്ത് വയ്ക്കാം. ധനഹാ തിരുനാൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയ ദിനത്തിൻ്റെ ഓർമ്മയാണ്. ധനഹാ തിരുനാൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്താനുള്ള വ്യക്തികളാണ് ഞാനും നിങ്ങളുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന തിരുനാളാണ്. എല്ലാവർക്കും പ്രാർത്ഥനാപൂർവം ധനഹാ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.